ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കിച്ചൺ റിലേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ കുറച്ച് മോളുടെ വീഡിയോസും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ കിച്ചൺ വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ മിക്ക വീട്ടമ്മമാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മഴക്കാലത്ത് അവരുടെ ദോശമാവ് പതഞ്ഞ് പൊങ്ങില്ല എന്നുള്ളത് അല്ലേ. അതിൻ്റെ ചെറിയൊരു ടിപ്പാണ് ഞാൻ ചെയ്യുന്ന ടിപ്പാണ് കേട്ടോ. ഞാൻ ഇത് നല്ല ചുടുവെള്ളത്തിൽ മാവ് ഇറക്കി വെക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നമ്മളുടെ മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഇത് എൻ്റെ കയ്യിലുള്ള ചെറിയൊരു ടിപ്പാണ്. നിങ്ങളും കൂടെ ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ റവാബിന്നാണ് കേട്ടോ ഫുഡ് കൊടുത്തിട്ടുള്ളത്. നല്ല ചിക്കൻ ബിരിയാണി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ കൊമ്പൻകൊടക്കാടുള്ള റവാബിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി നമുക്ക് കിട്ടുന്നത്. ഇനി രാവിലെയുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ. ഇത് രാത്രിയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ദോശ ആയതുകൊണ്ട് തന്നെ കുറച്ച് കടല സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നല്ല ഒരു അടിപൊളി കടലക്കറി ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ മോൾക്ക് മദ്രസയിൽ പോകുന്ന ടൈമിൽ ചായ മസ്റ്റാണ്. അപ്പോൾ ഒരടുപ്പിൽ അതും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അന്ന് ഞാൻ പണികൾ എടുക്കുന്നുണ്ട് എന്നുള്ള മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം തലേ ദിവസം ഞാൻ സ്കൂളിൽ കൂട്ടാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒന്നും കട്ട് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ അത് കാരണം അതിന് ടൈം പോകുമ്പോൾ സ്കൂളിൽ എത്താൻ വേണ്ടി നേരം വഴുകുമോ എന്നുള്ള ടെൻഷനാണ് കേട്ടോ മനസ്സിന്. അപ്പോൾ അങ്ങനെയുള്ള ടെൻഷനുള്ള ദിവസങ്ങളിൽ തന്നെ അന്നത്തെ ദിവസം പോയി എന്ന് പറയാം. അങ്ങനെയുള്ള ടൈമാവും കേട്ടോ. മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കട്ടിംഗ് ബോർഡും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വലിയ ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ടിംഗ് ബോർഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇനി അതിന് വെച്ച് കട്ട് ചെയ്ത് പിന്നെ അതൊന്ന് കഴുകി വെക്കണം. ഇതാകുമ്പോൾ കുറച്ച് കടലക്കറി മതി. ഞാൻ കയ്യിൽ വെച്ച് തന്നെ നമ്മളുടെ വലിയ ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്ത് പണികൾ നേരം വഴുകിയെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം എനിക്ക് സ്കൂളിൽ ചെന്നാലൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. രാവിലെ ആയിരിക്കും ടെൻഷൻ, പക്ഷേ അവിടെ ചെന്നാലും നേരം വഴുകിയില്ല. ഇനിയിപ്പോൾ നാളെ നമുക്ക് നേരത്തെ ചെയ്യാം, ഇന്ന് വീട്ടിൽ പോയിട്ട് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയുള്ളൊരു മൈൻഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ ഗ്രേവി മിക്സിയിൽ അടിച്ചു വെച്ചതുകൊണ്ട് തന്നെ കടലക്കറിക്കൊക്കെ പെട്ടെന്ന് അതുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി തൊലിക്കുകയും ചെയ്യും. അതുപോലെ തൊലിച്ച് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ അതിൻ്റെ മസാല ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പൊടികൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ചായ രാവിലെ വെച്ചപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും കൂടെ ഉള്ള ചായ വെച്ച് ഞാൻ നമ്മുടെ ഫ്ലാസ്കിലോട്ട് ഒഴിച്ചു കൊടുക്കും. ഇനി അതും പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുള്ള മൈൻഡിലാണ്. അങ്ങനെ നമ്മളുടെ കടലക്കറിക്കുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ കടലക്കറി വെക്കാം എന്നുള്ള വീഡിയോസൊന്നും എടുക്കുന്നില്ല കേട്ടോ. നമ്മൾ ഇതിനകത്ത് ചില പേര് ഞാൻ കണ്ടിട്ടുണ്ട് കടല വേവിച്ച് കഴിഞ്ഞ് നമ്മളുടെ മിക്സിക്കകത്ത് അരച്ച് കറിയിൽ ഒഴിക്കുന്നത് കേട്ടോ. ഇവിടെ ഞാനും മോനും മാത്രം ആയതുകൊണ്ട് തന്നെ എനിക്ക് കറി കുറച്ച് മതിയല്ലോ. അത് എന്താണെന്ന് വെച്ചാൽ കറി കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താണെന്ന് പറയുന്നത് കേട്ടിട്ടുള്ളത്. അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാനും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കറി മതിയല്ലോ. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളുടെ കുക്കറിലോട്ട് കടല വെച്ചിട്ടുണ്ട്. അതങ്ങനെ ഒരു 5-6 വിസിൽ ആകുമ്പോഴേക്കും വെന്ത് കിട്ടും കേട്ടോ. നമുക്ക് നേരം വഴുകിയ ടൈമുകളിൽ നമുക്ക് അടുപ്പും തികയാതെ വരുന്ന അവസ്ഥ ഉണ്ടാവും കേട്ടോ. കാരണം ചോറാവണം, കറിയാവണം, ബ്രേക്ക്ഫാസ്റ്റ് ആവണം, അതുപോലെ സ്കൂൾക്ക് പോകുന്ന ടൈമിലുള്ള കൂട്ടാനുകളാവണം, കറിയാവണം. അങ്ങനെയുള്ള ടൈമുകളിൽ നമുക്ക് അടുപ്പും തികയാതെ വരും കേട്ടോ. അപ്പോഴാണ് 3 അടുപ്പ് വേണ്ടിയിരുന്നോ അങ്ങനെയുള്ള മൈൻഡൊക്കെ ഉണ്ടാവുക. അപ്പോൾ ചായ ഞാൻ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പൊട്ടാറ്റോ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു, ഉപ്പേരി പോലെ. അപ്പോൾ പാപ്പാക്കും ഉമ്മാക്കും ഫുഡ് വേണ്ടതുകൊണ്ട് തന്നെ അവർക്കത് പറ്റൂല കേട്ടോ. അപ്പോൾ ഞാൻ പയർ കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് വേഗം കട്ട് ചെയ്തെടുത്തു. കുറച്ച് ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് നല്ലൊരു ഉപ്പേരി ആക്കാമല്ലോ. അങ്ങനെ അത് കഴുകി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴാണ് ലിനുവിന് ഞാൻ ഈ വർഷം മേടിച്ച ബാഗിൻ്റെ അവസ്ഥ അതാണ് കേട്ടോ. മഴക്കാലം ആയതുകൊണ്ട് അതുകൊണ്ടും അടി മൊത്തം കരിമ്പനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് അലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്ത് വേറെയും ഒരു ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് മാറ്റുകയാണ് കേട്ടോ അവളുടെ ബുക്കുകളൊക്കെ.
ഞാൻ അവൾ ഇത് സെലക്ട് ചെയ്തപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ കളറാവുമ്പോൾ പെട്ടെന്ന് കുട്ടികളുടെ കയ്യിൽ നിന്ന് ചെളിയായാലും അറിയും, അതുപോലെ കരിമ്പൽ പിടിച്ചാലറിയും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ അവളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് കളേഴ്സ് എടുക്കല്ലേ എന്നുള്ളത്. പക്ഷേ ഷോപ്പിലെത്തി അവൾക്ക് ലൈറ്റ് കളേഴ്സ് ഉള്ള ബാഗ് ആവശ്യമുള്ളൂ കേട്ടോ. എത്ര കളർ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ലൈറ്റ് ബ്ലൂ, ലൈറ്റ് പിങ്ക്, പിന്നെ അത് ബാർബി അല്ല യൂണിക്കോണിൻ്റെ ബാഗാണ് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അവളെ കൊണ്ട് തന്നെ ഞാൻ അവളുടെ ബുക്കുകൾ വേറെ ബാഗിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാനുണ്ട്. വാഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കരിമ്പന പോകുമെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് മോളുടെ യൂണിഫോം ഒന്ന് അയൺ ചെയ്യാൻ വേണ്ടി പോകുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവൾ പറഞ്ഞു എൻ്റെ ഒരു വീഡിയോസ് എടുക്കണം എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ വല്ലാണ്ട് ശല്യപ്പെടുത്തണം. അപ്പോൾ ഞാനിന്ന് അവളുടെ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ലൈറ്റിൻ്റെ ഒരു കുറവുണ്ട്, കാരണം ഒരു ഓപ്പോസിറ്റിലുള്ളൊരു ബൾബ് കത്തുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു ബൾബ് മാത്രം വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവൾ നമ്മളുടെ ക്യാമറക്ക് മുമ്പിലുള്ള കുറച്ച് കോപ്രായത്തരങ്ങളാണ് കേട്ടോ. ഹെയർ കോംബ് ചെയ്യുമ്പോൾ ആൾ ഒതുങ്ങി നിൽക്കുകയില്ല. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം, നേരെ വൈകിയ ടൈം ആകുമ്പോൾ അധികം, അപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ ആദ്യം അവളുടെ ആക്സസറീസൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ഇനി അത് മറന്നു പോകണ്ടെന്ന് വിചാരിച്ച് പിന്നെയാണ് കോമ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. അങ്ങനെ കോംബ് ചെയ്യുന്ന ടൈമിൽ അവൾക്ക് ഹെയർ 2 സൈഡ് പിൻ ചെയ്യണം. അങ്ങനെയാണ് സ്കൂളിൽ പോകേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളുടെ സെൻറ്റർ പോർഷൻ എടുക്കുമ്പോൾ അവൾക്ക് ശരിയാവില്ല. ഫ്രണ്ടിൽ കുറച്ച് മുടി കട്ട് ചെയ്തുകൊണ്ട് തന്നെ അത് കിട്ടണമെങ്കിൽ നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം നമ്മുടെ വീട്ടിലുള്ള പണികൾ ഒരുക്കി കഴിഞ്ഞാലും ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യണം കേട്ടോ. അവളുടെ ഹെയർ ഒന്ന് കോംബ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാൻ കുറച്ച് വെച്ച് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനവൾ സമ്മതിക്കൂല. ഹെയർ കട്ട് ചെയ്യാൻ തന്നെ അവൾ സമ്മതിക്കൂല കേട്ടോ. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടല്ല കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിലും ആളിങ്ങനെയാണ്. ഹെയർ കോംബ് ചെയ്യുന്ന ടൈമിൽ ഒരു ഭാഗത്ത് നിൽക്കുകയില്ല. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും. അപ്പം ഞാൻ ആളെ ചീത്ത പറയും, ചിലപ്പോൾ എൻ്റെ അടുത്ത് അടിയൊക്കെ കിട്ടും കേട്ടോ. ഇതേ സംഭവങ്ങൾ തന്നെയാണ് വീഡിയോസ് ഞാൻ എടുക്കുന്നില്ലെങ്കിലും ചെയ്യുക. പിന്നെ കുറച്ച് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ നോർമൽ ബോഡി ക്രീമാണ് കേട്ടോ. പിന്നെ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് പിന്നെ ബ്ലഷ്, ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ ഒക്കെ അവൾ ചെയ്യണത് ഇഷ്ടമാണ്. പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് ഐലൈനർ ഒന്ന് എഴുതി കൊടുത്തു. പിന്നെ കുറച്ച് അവളുടെ ലിപ് ബാം ഉണ്ടായിരുന്നു, കുട്ടികൾ യൂസ് ചെയ്യുന്നത്, അതും കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പ്രേ അടിച്ചു കൊടുത്തു. ഈ ടൈമിലൊക്കെ എന്തായാലും ഒന്ന് കുറച്ചൊക്കെ ഒതുങ്ങി നിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്യാമറ മുമ്പിൽ വന്നിട്ട് നോക്കുകയാണ്. ഇതാണ് അവളുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്ത വീഡിയോ